പ്രിയമുള്ളവരെ, ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബാലഭൂമിയുടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരും എത്തിയോ? എത്തിയാശാനെ, കുറച്ചു പേര് കൂടി വരാനുണ്ട്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും ചേർത്ത് ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം. സദ്യയുടെ കാര്യമൊക്കെ ഓക്കെ അല്ലേ? ഉച്ചയ്ക്ക് ചോറ്, ആംലെറ്റ്, ഉപ്പേരി, അപ്പേരി, അച്ചാറ് എല്ലാം പെർഫെക്റ്റ് ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആയോ? ഓക്കെ ആയില്ല, ഓക്കെ ആക്കും. മച്ചാൻ അത് പോരളിയാ. ഇതാരാ ഈ തോരണം ഇത്ര ഗ്യാപ്പ് ഇട്ട് കെട്ടി വെച്ചിരിക്കുന്നത്? കോമിക് സൂപ്പർ ട്രയോ ഇൻഡോ കൊഞ്ചോസ് ബോളെ. അത് ഞങ്ങളാ. എലുമ്പൻചേട്ടൻ പറഞ്ഞു സാമൂഹിക അകലം പാലിച്ച് കെട്ടണമെന്ന്. ഞങ്ങൾ അങ്ങനെ കെട്ടിയതാ. മണ്ടൂസുകളെ, സാമൂഹിക അകലം മനുഷ്യർക്കാ വേണ്ടത്, തോരണത്തിനല്ല. ഞങ്ങൾ സാമൂഹിക അകലം പാലിച്ച് കെട്ടിയത് കൊണ്ട് തന്നെയാ ഇത്രയും ഗ്യാപ്പ് വന്നത്. ഈ പിള്ളാരെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോ എന്നെ പലരും ഇതുപോലെ ആട്ടുമായിരുന്നു. അങ്കിൾ തള്ളണ്ട, ഞാൻ തള്ളുന്നുണ്ടല്ലോ, അതുപോലെ. ദുർബലനങ്ങളും വിക്രം അവിടെ ഇരുന്ന് ഊഞ്ഞാലാടെയാണോ? അവിടെ പരിപാടി തുടങ്ങാനായി. ഞങ്ങൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും. നീ മാവേലിയൊക്കെ അറേഞ്ച് ചെയ്തല്ലേ? ആ വരുന്നുണ്ട്, വാമനനും ഉണ്ടല്ലോ. ഞങ്ങൾ വൈകിയില്ലല്ലോ അല്ലേ? സദ്യക്ക് സമയമായോ? എന്തൊക്കെയാണ് വിഭവങ്ങൾ? ചോറ്, അച്ചാറ്, ഉപ്പേരി, അപ്പേരി, കച്ചേരി എല്ലാം ഉണ്ട്. എങ്ങനാ പരിപാടികൾ? ആദ്യം പൂക്കള മത്സരം, പിന്നെ ചട്ടി പൊട്ടിക്കൽ. ചട്ടിക്കകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അത് അകത്താക്കിയിട്ട് ഞാൻ ചവിട്ടി പൊട്ടിച്ചു തരാം. ആ, അകടനും പകടനും എത്തിയല്ലോ. ഇതെന്താ കയ്യിലൊരു കുടം? ഇത് കുറച്ച് പായസ ഞങ്ങൾ ഉണ്ടാക്കിയതാ. ഗോപു, മീനു, മാല എവിടെ? അതാ ഞങ്ങളും നോക്കുന്നത്. സമയമാകുമ്പോ വരുമായിരിക്കും. പൂക്കള മത്സരം ആരംഭിക്കുന്നു. ആശാനേ, പണി പാളി. എന്തു പറ്റിയടാ? എല്ലാവരും പരിപാടിയുടെ തിരക്കിലായപ്പോ മല്ലനുണ്ണി ആരും ശ്രദ്ധിച്ചില്ലല്ലോ. മല്ലുവിന് എന്ത് പറ്റി? മല്ലുവിനല്ല, പറ്റിയത് നമ്മക്കാ. ദാ കണ്ടോ? ഒന്നും ആയില്ലല്ലോ. എന്റെ ഭാരതമാതാവേ, വീണായല്ലോ. എനിക്ക് ഒരു ഓണമേ ഉള്ളൂ. നല്ലോണം തിന്നോണം, പൊക്കോണം. ആ, അങ്ങനെ സദ്യയുടെ കാര്യവും സ്വാഹ. മാലു ഉണ്ടായിരുന്നെങ്കിൽ മാജിക്ക് കാട്ടി എല്ലാവർക്കും സദ്യ തന്നേനെ. പറഞ്ഞതുപോലെ മാല എവിടെ പോയി? സദ്യ പോയാ പോട്ടെ, അകടന്റെ കയ്യിൽ പായസം ഉണ്ടല്ലോ അല്ലേ? അത് വിശന്നപ്പോ ഞങ്ങൾ തന്നെ കുടിച്ചു തീർത്തു. അതെ, ഇനി ഈ കുടം മാത്രമേ ബാക്കിയുള്ളൂ. കുടമെങ്കിൽ കുടം, അതിങ്ങതാ. തൽക്കാലം കുടം പൊട്ടിക്കൽ മത്സരം നടത്താം. അയ്യോ, അത് പൊട്ടിക്കല്ലേ, അതുകൊണ്ട് ആവശ്യമുണ്ട്. ആദ്യം ഞങ്ങൾ ആവശ്യം നടക്കട്ടെ. ആരും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചുവിടാം. കണ്ണു കെട്ടിയുള്ള വാശിയേറിയ കുടം പൊട്ടിക്കൽ മത്സരം തുടങ്ങുന്നു. ആരും പൊട്ടിച്ചില്ല, കുടം നമുക്ക് തന്നെ കിട്ടും. വിശന്നിട്ട് വയറ് കത്തുന്നു. അങ്കിളെ, നമുക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് നോക്കാം. ദാ ഈ പഴം പറിക്കാം. അങ്കിൾ ഈ മരം ഒന്ന് ചായച്ചു തന്നാ മതി. ഇതൊക്കെ നിസാരം. കിട്ടിപ്പോയി. അടുത്തതായി കുടം പൊട്ടിക്കൽ മത്സരത്തിനെത്തുന്നത് ദുർബലൻ. ഞാനല്ല. അയ്യോ, ഞാനിതാ പോണേ. എന്റെ അമ്മച്ചി. എന്തപ്പുണ്ടായേ? ആരത്? എന്താ ഇവിടെ നിൽക്കണേ? ഹായ്, ദേ മാലു. മാലു ഇപ്പൊ എവിടുന്ന് വന്നു? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ പിടികൂടി ഈ കുടത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു അകടൻ. വിക്രു കുടം പൊട്ടിച്ചതോടെ ഞാൻ രക്ഷപ്പെട്ടു. നീയൊക്കെ എന്തൊരു ദുരന്തമാണോ? അമ്പട, ഇതായിരുന്നല്ലേ പായസം, പൊട്ടിച്ചുടാത്ത കുടം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചത്. ഞാൻ വെറുതെ സർപ്രൈസ് തരാം. ഇവന്മാർക്കിട്ട് രണ്ട് കൊടുക്കണം. കുക്കടാ വിട്ടോടാ. അയ്യോ, ഓണത്തല്ലേ. സാരമില്ലെന്നേ, നമ്മൾ ഓണാഘോഷത്തിന് വന്നതല്ലേ. ഇന്ന് എല്ലാവരും എല്ലാം മറന്നു ഒന്നിക്കണം. ശരിയാ, മാലു പറഞ്ഞതാ ശരി. ജംബൂംബാ ജിംബൂംബാ. ഹായ് സദ്യ, ഇലയിൽ നിറയെ വിഭവങ്ങൾ. അത് കലക്കി. മാലുവിന് കാറ്ററിംഗ് സർവീസും ഉണ്ടോ? ഇനി എല്ലാവർക്കും ഒരുമിച്ച് സദ്യ കഴിച്ചാലോ? ഞാൻ എപ്പോഴേ റെഡി. എന്താ മീശച്ചേട്ടാ, എല്ലാം ഓക്കെ അല്ലേ? പെർഫെക്റ്റ്, ഓക്കേ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.